വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള പനീർ മട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, അതായത് ക്രീം ആയിട്ടുള്ള ഈ പനീർ മട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി കുറച്ച് പനീർ നമ്മൾ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഗ്രീൻ പീസ് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രഷ് ഗ്രീൻ പീസോ അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പനീർ ഫ്രൈ ചെയ്തെടുത്തുള്ള സെയിം പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവോള അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ റോ സ്മെല്ലും വിട്ട് ഒന്ന് സവോള ഒന്ന് വാടണം. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് സോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സവോള വഴറ്റിയത് ഒന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ സവോളയും വെളുത്തുള്ളിയും നമ്മൾ സോട്ട് ചെയ്ത് വെച്ചത് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, അതായത് അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ആ ജീരകം ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ജീരകം പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ബേ ലീഫ്, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ചെറിയ കഷ്ണം മതി. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഒണിയൻ്റെയും അതായത് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ സോട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ മിക്സിയിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ബാക്കി പേസ്റ്റ് അതിലുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റോ സ്മെല്ല് മാറിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കളറ് കിട്ടുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ തക്കാളി ഉണ്ടല്ലോ, അത് നല്ലോണം പുഴുങ്ങിയിട്ട് അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് കിട്ടും കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചേർത്തതിന് ശേഷം നല്ലോണം സോട്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഗ്രേവിൻ്റെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പോളം ചൂടുവെള്ളം അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകത്തിനാണോ നോക്കാം. അതുപോലെ ഇനി ഈ ടൈമിലാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ ഗ്രീൻ പീസ് കുറച്ച് വേവ് കൂടിപ്പോയി, പക്ഷേ കമ്പൈൻ ചെയ്ത് വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഗ്രീൻ പീസ് ഒന്ന് മസാല, അതായത് ഗ്രേവിയിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറിൻ്റെ പീസസ്, അതായത് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പനീർ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ആ ഗ്രേവിയിലേക്ക് ഒന്ന് ജോയിൻ ആവാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ലിഡ് തുറന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ.
10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഗ്രീൻ പീസും നമ്മൾ പനീർ ക്യൂബ്സൊക്കെ നല്ലോണം ഗ്രേവിയിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കുക്കിംഗ് ക്രീം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് ക്രീം ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. അത് അധികം അങ്ങോട്ട് കുക്കാവാൻ പാടില്ല. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടൈമിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കൂടെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ടേസ്റ്റ് വരിക. തേങ്ങാപ്പാലൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. കുക്കിംഗ് ക്രീമൊക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമ്മളുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ഈവൻ ഫ്രൈഡ് റൈസും അതുപോലെ ഭട്ടൂര, നാൻ ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈവൻ പൊറോട്ടയുടെ കൂടെ നമുക്ക് ഈ ഒരു കറി കഴിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒരു ബട്ടറിൻ്റെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായിട്ട് ആ ഒരു ഫ്ലേവർ അതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ക്രീമി ടെക്സ്ചറൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈവൻ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒരു 1 പോട്ട് ഡിഷ് എന്ന് പറയാം നമുക്ക്. കാരണം സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതും ഈവൻ സോട്ട് ചെയ്തെടുത്തതും ഗ്രേവി പ്രിപ്പയർ ചെയ്തതും. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അതുപോലെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ ഇനി ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. താങ്ക്